പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് നോയമ്പിൽ ഏറ്റവും കൂടുതൽ ദൈവം തരുന്ന ഒരു വലിയ ദാനമാണ്. കാരണം നമ്മുടെ കർത്താവായ യേശു മിശിഹ മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അതേപടി കുറേ വിശ്വാസികളുണ്ട്. 40 ദിവസം അവരവരുടെ ജീവിതമെല്ലാം ക്രമപ്പെടുത്തിക്കൊണ്ട് കൃത്യസമയത്ത് ദൈവത്തിന് വേണ്ടി സമയം കൊടുത്തുകൊണ്ട് കൃത്യസമയത്ത് പ്രാർത്ഥനയ്ക്ക് ഒരു വില കൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാ മനോഭാവത്തോടെ ജീവിക്കുന്ന കുറേ വ്യക്തികളുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, പ്രാർത്ഥനാ മനോഭാവത്തോടെ ജീവിക്കുന്നത് മാത്രമല്ല, നമ്മൾ അതിലേറെ മനസ്സിലാക്കണം, ഈ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ജീവിതമായി മാറണം. ഇന്നലെ വരെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് എൻ്റെ കുടുംബത്തിന് അത് മേടിച്ച് തരുന്നത്, എൻ്റെ കർത്താവ് എൻ്റെ കുടുംബത്തിന് ഈ സാധനം തരുന്നത്, നമുക്കിതെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരുന്നുണ്ട്. പക്ഷേ ഞാൻ എന്ന വ്യക്തി എൻ്റെ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി ഈ ലോകത്തിൽ ഈ സൃഷ്ടിച്ചതെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. അത് പ്രകൃതി ആയിക്കോട്ടെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാവട്ടെ, അന്യജാതിയിൽപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാകട്ടെ, അവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെന്നൊരു ചോദ്യത്തിനൊരു ഉത്തരം നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ അതിനുള്ളൊരു ചോദ്യം നമ്മളിപ്പോൾ നോക്കാം. നമ്മളെടുത്തിരിക്കുന്ന വചനഭാഗം ഏഷ്യായുടെ പുസ്തകത്തിന് വായന 58-ാം അധ്യായം 7-ാം വാക്യം. അതിപ്രകാരമാണ്: വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും വഹനരഥനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്നും ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കണം, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കണം, നഗ്നനായ ഒരു വ്യക്തിയെ ഉടുപ്പിക്കണം. എന്നാൽ ഇതിനെല്ലാം മഹത്വം എന്താണെന്നറിയോ? ഇതിനെല്ലാം അവസാനം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ക്ലോസ് ആയ ഒരു വ്യക്തിയെ ക്ഷമിക്കാൻ സാധിക്കണം. അവരിൽ നിന്ന് ഒരിക്കലും അകന്നു മാറാൻ നമ്മൾ ആഗ്രഹിക്കരുത്. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ പ്രശ്നങ്ങൾക്കെല്ലാം അപ്പുറത്താണ് ദൈവസ്നേഹം. ജീവിതത്തിൽ ഒത്തിരി വലിയ പ്രയാസങ്ങൾ കടന്നു വരും. ഇനി മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന ഒരു നിമിഷം വരുമ്പോൾ അവിടെയായിരിക്കും ഞാൻ എൻ്റെ ശക്തിയിൽ ഏറ്റവും മുമ്പ് അവസാനം തോൽവി സമ്മതിക്കുമ്പോൾ ആ നിമിഷമായിരിക്കും കർത്താവായ യേശു മിശിഹ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു തുടങ്ങുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ആദ്യമേ നമ്മുടെ ജീവിതത്തിൽ വേണ്ടിയത് നമ്മൾ ഉപവസിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഉപവാസം മറ്റൊരു വ്യക്തിക്ക് അത് നന്മ അല്ലെങ്കിൽ ഒരു അനുഗ്രഹമാവുന്നില്ലെങ്കിൽ നമ്മൾ ഉപവസിച്ചിട്ട് എന്ത് ചെയ്യാനാണ് നമ്മൾ ചിന്തിക്കണം. അതായത് നോയമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർഭാടമായ ജീവിതം ഉപേക്ഷിക്കണമെന്നല്ല, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു നേരം മാത്രം ഭക്ഷിക്കണം എന്നല്ല. നോയമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉപേക്ഷിക്കുന്ന വസ്തുക്കൾ, അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ഭക്ഷണം നമ്മൾ ഒരു നേരം സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇത് മറ്റു വ്യക്തിക്ക് എത്തിച്ചേർക്കണം. അതാണ് നോയമ്പ്. ഞാൻ എന്ന വ്യക്തി എന്നെ എത്രത്തോളം താഴ്ത്തിയാലും മറ്റൊരു വ്യക്തിയെ ഉയർത്താൻ എനിക്ക് സാധിക്കണം. ഇപ്പം നോയമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹത്തിനുള്ള നിമിഷമാണ്, നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ ഭക്ഷണം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മളെല്ലാം ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണം മറ്റൊരു വ്യക്തിയുടെ വയർ നിറയ്ക്കണം. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ ഹൃദയത്തിൽ അനേകം വ്യക്തികൾക്ക് സ്ഥാനം കൊടുക്കണം. നമ്മുടെ ഹൃദയത്തിൽ അനേകം വ്യക്തികളെ നമ്മൾ സ്വീകരിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നാലാമത്തെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം, ദൈവത്തിൽ നിന്നും ഒരിക്കലും അകന്നു പോകാൻ പാടില്ല. ഞാൻ ആയിരിക്കുന്ന വഴിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവത്തിൽ നിന്നും ഒരിക്കലും അകന്നു പോകാൻ പാടില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരും. ഏത് നന്മ ചെയ്യാൻ തുടങ്ങിയാലും തിന്മ ഉണ്ടാകും. എത്ര നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അതിലേറെ തിന്മ കടന്നു വരും. പക്ഷെ ജീവിതത്തിൽ നിന്നും ക്രിസ്തുവിൽ നിന്നും നമുക്ക് ഒരിക്കലും തിരിഞ്ഞു ഓടാൻ നമുക്ക് സാധിക്കത്തില്ല. നേരെ മറിച്ച് ദൈവാശ്രയം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ തന്നെ നമ്മൾ കർത്താവിൽ സമർപ്പിക്കണം. ഏഷ്യായുടെ പുസ്തകത്തിൽ അത് തന്നെ നമ്മൾ കാണുന്നത്. നമ്മൾ എത്രത്തോളം പ്രശ്നങ്ങൾക്കിടയിലും സത്യത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ കൂടുതലായി ശക്തിപ്പെടുത്തും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് നോയമ്പിൽ പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.